നമസ്കാരം. നെടുമ്പാശ്ശേരിയിൽ രാത്രിയിൽ യുവാവ് കാറിടിച്ച് മരിച്ച സംഭവം കൊലപാതകമെന്ന് പോലീസ് കണ്ടെത്തി. തുറവൂർ സ്വദേശിയായ 24 വയസ്സുള്ള ഐവിൻ ജിജു ആണ് മരിച്ചത്. യുവാവിനെ കാറിടിപ്പിച്ച് കൊലപ്പെടുത്തിയ CISF ഉദ്യോഗസ്ഥരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാറിലുണ്ടായിരുന്ന CISF SA വിനയകുമാർ ദാസ്, കോൺസ്റ്റബിൾ മോഹൻ എന്നിവരുടെ പേരിലാണ് കൊലക്കുറ്റത്തിന് കേസെടുത്തിരിക്കുന്നത്. വാഹനത്തിന് സൈഡ് നൽകുന്നതുമായി ബന്ധപ്പെട്ടാണ് ഇരു കൂട്ടരും തമ്മിൽ തർക്കമുണ്ടാവുന്നത്. തർക്കത്തിന് പിന്നാലെ ഐവിനെ കാറിടിച്ച് കൊലപ്പെടുത്തി എന്നാണ് FIR. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിന് സമീപമുള്ള നായത്തോടാണ് ഇന്നലെ രാത്രി സംഭവം നടക്കുന്നത്. വാഹനത്തിന് സൈഡ് നൽകുന്നതുമായി ബന്ധപ്പെട്ട് CISF ഉദ്യോഗസ്ഥരും ഐവിനും തമ്മിൽ തർക്കമുണ്ടായിരുന്നതായി നാട്ടുകാരും പറയുന്നു. തർക്കം കയ്യാങ്കളിയിൽ കലാശിക്കുകയായിരുന്നു. അതിനിടെ ഐവിൻ മൊബൈലിൽ ദൃശ്യങ്ങൾ പകർത്താൻ ശ്രമിച്ചിരുന്നു. ഇതാണ് ഇവരെ പ്രകോപിതരാക്കിയതെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇതിന് പിന്നാലെയാണ് CISF ഉദ്യോഗസ്ഥർ ഐവിനെ കാറിടിപ്പിക്കുന്നത്. ഇടിയുടെ ആഘാതത്തിൽ ബോണറ്റിലേക്ക് വീണ ഐവിനെ കുറച്ചുനേരം വലിച്ചിഴിച്ചു കൊണ്ടുപോയെന്നും FIR-ൽ പറയുന്നുണ്ട്. ഇത്തരത്തിൽ 1 കിലോമീറ്റർ ദൂരമാണ് കാറ് സഞ്ചരിച്ചത്. തുടർന്ന് നാട്ടുകാർ ഇടപെട്ടാണ് ഐവിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. മൂക്കിൽ നിന്നും വായിൽ നിന്നും ചോര വരുന്ന നിലയിലായിരുന്നു ഐവിൻ എന്നും നാട്ടുകാർ വ്യക്തമാക്കുന്നുണ്ട്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെ ഹോട്ടൽ ജീവനക്കാരനാണ് ഐവിൻ. സംഭവവുമായി ബന്ധപ്പെട്ട് 2 CISF ഉദ്യോഗസ്ഥരെയാണ് നെടുമ്പാശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്തത്. സംഭവത്തിന് പിന്നാലെ നാട്ടുകാരുടെ മർദ്ദനമേറ്റ വിനയകുമാർ ദാസ് ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണ്. അവിടെ നിന്നും കടന്നുകളഞ്ഞ മോഹനെ രാവിലെ വിമാനത്താവളത്തിൽ വച്ചാണ് പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. അതേസമയം ഐവിനും CISF ഉദ്യോഗസ്ഥരും തർക്കിക്കുന്ന CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഇടിച്ച ശേഷം യുവാവിനെ വലിച്ചുകൊണ്ടു പോകുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമാണ്.